വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് ഫോർത്ത് സെം ഫിലിം സ്റ്റഡീസിലെ പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നീ ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുന്നുള്ളത് പ്രീ പ്രൊഡക്ഷൻ എന്താണെന്നുള്ളതാണ്. പ്ലാനിങ്ങും പ്രിപ്പറേഷനൊക്കെയാണ് ഈ ഒരു പ്രീ പ്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഈ ഒരു സ്റ്റേജ് എന്നുള്ളത് ക്യാമറ റോളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ളൊരു സ്റ്റേജാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിൻ്റെ എയിം എന്നുള്ളത് ഈസ് ടു പ്രിപ്പയർ എവറി ക്രിയേറ്റീവ്, ടെക്നിക്കൽ ആൻഡ് ലോജിസ്റ്റിക്കൽ ഡീറ്റെയിൽ. എല്ലാ ക്രിയേറ്റീവ് അതുപോലെ തന്നെ ടെക്നിക്കൽ ലോജിസ്റ്റിക്കൽ ഡീറ്റെയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൻ്റെ എയിം എന്നുള്ളത്. സോ ദാറ്റ് ഷൂട്ടിംഗ് ക്യാൻ ഹാപ്പൻ സ്മൂത്ത്ലി. ഇത് കാരണമായിട്ട് ഈ ഒരു ക്രിയേറ്റീവ്, ടെക്നിക്കൽ, ലോജിസ്റ്റിക്കൽ ഡീറ്റെയിൽ പ്രിപ്പയർ ചെയ്യുന്നത് കാരണമായിട്ട് തന്നെ ഷൂട്ടിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, സ്മൂത്തായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഇനി കീ ആക്ടിവിറ്റീസ് എടുത്തു നോക്കുകയാണെങ്കിൽ കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ്, റിഫൈനിങ് ദ ഐഡിയ ഓർ തീം ഓഫ് ദ ഫിലിം. ആ ഒരു ഫിലിമിൻ്റെ ഐഡിയ അല്ലെങ്കിൽ തീം എന്ത് ചെയ്യുന്നുണ്ട്, റിഫൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സ്ക്രീൻ പ്ലേയും ഡയലോഗൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റോറി ബോർഡിങ്, വിഷ്വലൈസിങ് സീൻസ് ഷോട്ട് ബൈ ഷോട്ടായിട്ടാണ് സീൻസ് വിഷ്വലൈസ് ചെയ്യുന്നുള്ളത്. ഇനി നെക്സ്റ്റ് ഈ ഒരു കീ ആക്ടിവിറ്റീസിൽ പെട്ടതാണ് കാസ്റ്റിംഗ് എന്നുള്ളത്. കാസ്റ്റിങ്ങിൽ എന്ത് കാര്യമാണെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഓരോ റോൾസിന് വേണ്ടിയിട്ട് ആക്ടേഴ്സിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കാസ്റ്റിങ്ങിൽ പറയുന്നുള്ളത്. അതുപോലെ തന്നെ ലൊക്കേഷൻ സ്കൗട്ടിംഗ് എന്നുള്ളത് ഫിലിമിൻ്റെ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുക ഇല്ലെങ്കിൽ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. ബഡ്ജറ്റിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് എന്നുള്ളത് പ്ലാനിങ്, കോസ്റ്റ് ആൻഡ് ടൈം ലൈൻസ്. ഈ ഒരു ഫിലിമിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റൊക്കെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ബഡ്ജറ്റിംഗ് ആൻഡ് ഷെഡ്യൂളിങ്ങിൽ പറയുന്നുള്ളത്. ക്രൂ ഹയറിംഗ്, ബ്രിങ്ങിങ് ഓൺ സിനിമാറ്റോഗ്രാഫ്സ്, ഡിസൈനേഴ്സ്, സൗണ്ട് ടീം ഇവരൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ക്രൂ ഹയറിങ്ങിൽ ഉദ്ദേശിക്കുന്നുള്ളത്. ഇനി പ്രൊഡക്ഷൻ ഡിസൈൻ പ്ലാനിങ് എന്നുള്ളത് സെറ്റ്സ്, കോസ്റ്റ്യൂംസ്, പ്രോപ്സൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി റിഹേഴ്സൽസ് എന്നുള്ളത് ആക്ടേഴ്സിനും അതുപോലെ തന്നെ ടെക്നിക്കൽ ക്രൂസിനും വേണ്ടിയിട്ടാണ് ഈ ഒരു റിഹേഴ്സൽ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. ഇനി നെക്സ്റ്റ് സ്റ്റേജിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നുള്ളത്. പ്രൊഡക്ഷൻ, ഫിൽമിംഗ് എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ളത്. ദിസ് ഈസ് ദ ആക്ച്വൽ ഷൂട്ടിംഗ് പേസ്. ഇത് എന്നുള്ളത് ആക്ച്വലായിട്ടുള്ള ഷൂട്ടിംഗ് പേസാണ്. വെൻ ദ ക്രിയേറ്റീവ് പ്ലാൻ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു റോ ഫുട്ടേജിലേക്ക് ആ ഒരു ക്രിയേറ്റീവ് പ്ലാനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ആക്ച്വൽ ഷൂട്ടിംഗ് പേസാണ് പ്രൊഡക്ഷൻ എന്നുള്ളത്. ഇതിലുള്ള കീ ആക്ടിവിറ്റീസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഡയറക്റ്റിംഗ്, ഗൈഡിങ് ആക്ടേഴ്സിനെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, വിഷ്വൽ സ്റ്റൈലൊക്കെ ഗൈഡ് ചെയ്യുന്നുണ്ട്. സിനിമാറ്റോഗ്രഫി എന്നുള്ളത് ക്യാമറ വർക്ക്, ലൈറ്റിംഗ് സെറ്റപ്സ്, ഫ്രെയിമിങ് ഇതൊക്കെയാണ് സിനിമാറ്റോഗ്രഫി കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. ഇനി സൗണ്ട് റെക്കോർഡിംഗ് എന്നുള്ളത് ഡയലോഗ്, ആംബിയൻ സൗണ്ട്, സ്പെഷ്യൽ എഫക്ട്സ് ഓൺ സെറ്റിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ സൗണ്ട് റെക്കോർഡിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ആർട്ട് ഡയറക്ഷൻ ഓൺ സെറ്റ്, പ്രോപ്സ്, സെറ്റ്സ് അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ് എല്ലാം കണ്ടിന്യൂ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡെയിലി റിവ്യൂസ് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. റെക്കോർഡഡ് ഫുട്ടേജ് ടു എൻഷുർ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റെക്കോർഡഡ് ഫുട്ടേജ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫൈനലായിട്ടുള്ളത് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന സ്റ്റേജാണ്. എഡിറ്റിംഗ് അതുപോലെ തന്നെ ഫിനിഷിംഗ് സ്റ്റേജാണ് ഈ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നുള്ളത്. ഈ ഒരു ഫിലിം റാപ്പിങ്ങിന് ശേഷം റോ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട്, ഷേപ്പ്ഡ് ഇൻ ടു ദ ഫൈനൽ ഫിലിം. ആ ഒരു റോ മെറ്റീരിയലിനെ ഫൈനൽ ഫിലിമിലേക്ക് ഷേപ്പ് ചെയ്യാൻ ചെയ്യുന്നുള്ളത്. ഇതിലുള്ള കീ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എഡിറ്റിംഗ്, സെലക്ടിങ് ആൻഡ് അറേഞ്ചിങ് ഷോർട്സ് ഇൻ ടു നെറേറ്റീവ് ഓർഡറിലേക്ക് ഈ ഒരു ഷോർട്സിനെ സെലക്ട് ചെയ്യുകയും അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ഒരു എഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നുള്ളത് എന്താണ്, സൗണ്ട് ഡിസൈൻ എന്നുള്ളത് എഫക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓഡിയോ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെക്കോർഡഡ് ആയിട്ടുള്ള ഡയലോഗൊക്കെ ഈ ഒരു സൗണ്ട് ഡിസൈനിൽ ആഡ് ചെയ്യുന്നുണ്ട്. മ്യൂസിക് കമ്പോസിഷൻ എന്നുള്ളത് ക്രിയേറ്റിംഗ് ഓർ ലൈസൻസിങ് എ സ്കോർ, അതാണ് ഈ ഒരു മ്യൂസിക് കമ്പോസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. കളർ ഗ്രേഡിംഗ് എന്നുള്ളത് ടൂണ്, മൂഡ്, വിഷ്വൽ കൺസിസ്റ്റൻസി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു കളർ ഗ്രേഡിംഗ് എന്ന ആക്ടിവിറ്റിയിലൂടെ നമ്മളോട് പറയുന്നുള്ളത്. വിഷ്വൽ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനൽ മിക്സ് എന്നുള്ളത് എന്താണ്, ഫിനിഷ്ഡ് ഓഡിയോ വിഷ്വൽ ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഫൈനൽ മിക്സ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.